ഇനി തലസ്ഥാന നഗരിയിലേക്ക് പോയാൽ അവിടെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ പ്രളയ സമാന സാഹചര്യമാണ്. ഡൽഹിയിൽ യമുനയിൽ നിന്ന് വലിയ തോതിൽ വെള്ളം കയറുന്നു. നദിക്കരയിൽ നിന്ന് 5000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നത് കുറയാത്ത പശ്ചാത്തലത്തിൽ രാജ്യ തലസ്ഥാനം കനത്ത ജാഗ്രതയിൽ തുടരുകയാണ്. ഡൽഹിയിലെ യമുന ബാസാർ, യമുന ഘാട്ട്, അതുപോലെ നിഗംബോധ് ഘാട്ട്, മജ്നു ഘാട്ടില ഈ 4 പ്രദേശങ്ങളിലും ഇപ്പോൾ സ്ഥിതി അല്പം രൂക്ഷമാണ്. യമുന നദിയിൽ നിന്നും വെള്ളം താഴ്ന്ന മേഖലയിലേക്കെല്ലാം കയറി. ഈ 4 ഇപ്പോൾ ആരും താമസമില്ല. അവരെ എല്ലാവരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്, താൽക്കാലിക ടെൻറ്റുകളിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഏകദേശം ഒരാളുടെ ഇടുപ്പോളം തന്നെ ഈ 4 മേഖലകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ എല്ലാം ചെറിയ ചെറിയ കുടിലുകളായിരുന്നു. മഴ മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോഴാണ് അല്പമെങ്കിലും മഴ ഒന്ന് തൂളി തുടങ്ങിയിരിക്കുന്നത് ഡൽഹി നഗരത്തിൽ. പക്ഷേ ഹരിയാനയിലും പഞ്ചാബിലും കനത്ത മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഹത്നികുണ്ട് അണക്കെട്ടിൽ ജലനിരപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഒഴുക്കി വരുന്ന വെള്ളമാണ് യമുന നദിയിലേക്ക് എത്തുന്നതും യമുന നദി കര കവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിലേക്കെല്ലാം ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നതും. ഇന്ന് ഡൽഹിയിൽ യെല്ലോ അലേർട്ടാണ്. അതുപോലെ നോയിഡ, ഗാസിയാബാദ് എന്ന സ്ഥലങ്ങളിൽ, അത് ഉത്തർപ്രദേശിന് കീഴിലാണ് വരുന്നത്, അവിടെ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ നഗരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും യമുനയോട് ചേർന്ന് കിടക്കുന്ന, നദിയോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിൽ സ്ഥിതി അല്പം വഷളായി തന്നെ തുടരുകയാണ്. യമുന നദിയുടെ ജലനിരപ്പ് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലേക്കും ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒരു പ്രളയ ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുമുണ്ട്. ഡൽഹി കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിൽ ബാൽറാംപൂരിൽ ഒരു അണക്കെട്ടിൻ്റെ ഭാഗം തകർന്നിട്ടുണ്ട്. അത് കനത്ത മഴയെ തുടർന്നാണ് മിന്നൽ പ്രളയം ഉണ്ടായി. അവിടെ 4 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, 3 പേരെ കാണാതായിരിക്കുന്നു. പഞ്ചാബിൽ 1988 ശേഷം ഉണ്ടാകുന്ന ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയാണ് പ്രളയം അവിടെ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലും സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ഹിമാചൽ പ്രദേശിൽ കുളുവിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. 2 പേരെ കാണാതായി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അവസാനമായി പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ മഴക്കെടുതി നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്.